ശാലീന സൗന്ദര്യം. അവസരത്തിലും അനവസരത്തിലും ചില സുന്ദരിമാരെ കാണുമ്പോൾ നാം പ്രയോഗിക്കുന്ന പദം. എന്താണ് ഈ ശാലീന സൗന്ദര്യം? ഇതിനുള്ള ഉത്തരമാണ് MD രാജേന്ദ്രൻ എഴുതിയ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ഗാനം. ദേവരാജൻ മാസ്റ്ററുടെ സംഗീതം, ഗാനഗന്ധർവന്റെ ആലാപനം. വേദിയിൽ എത്തിക്കുന്നു മനു. സുന്ദരി ആ സുന്ദരി ആ സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മോടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു. നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മോടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു. നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മോടിയിൽ സുതാര്യ സുന്ദര മേഘങ്ങളലിയും നീതാന്ത നീലിമയിൽ സുതാര്യ സുന്ദര മേഘങ്ങളലിയും നീതാന്ത നീലിമയിൽ ഒരു സുഖശീതള ശാലീനതയിൽ ഒഴുകി ഞാനറിയാതെ സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മോടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു. നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മോടിയിൽ മൃഗാംഗ തരളിത മൃണ്മയ കിരണം മഴയായി തഴുകുമ്പോൾ മൃഗാംഗ തരളിത മൃണ്മയ കിരണം മഴയായി തഴുകുമ്പോൾ ഒരു സരസീരുഹ സൗവർണികയിൽ ഒഴുകി ഞാനറിയാതെ സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മോടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി താരുണ്യമേ നീ വന്നു. നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മോടിയിൽ സുന്ദരി
സുന്ദരി മനു, എനിക്ക് വലിയ ഇഷ്ടായി മനു. അവിടെ ഇരുന്ന് നോക്കുമ്പോ മനു ചിരിച്ചോണ്ടാന്ന് പാടിയെ. എല്ലാരും ശ്രദ്ധിച്ചോ? പാട്ട് തിരുത്തേണ്ടി വരും കേട്ടോ. സുന്ദരാ എന്നാവേണ്ടി വരും. നല്ല രസമുണ്ടായിരുന്നു. വെരി ഗുഡ്. ഇടയ്ക്കിടെ ഒരു തുമ്പ് കെട്ടിയിട്ട് ചുരുൾമുടി എന്ന് പറയുമ്പോ പ്രത്യേക ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. എന്തോ ഉണ്ട്, നിങ്ങൾ എന്റെ അടുത്ത് പറയുന്നില്ല. എന്തുവാ, എന്താ കാര്യം? ഓക്കെ, എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോ അടി കിട്ടും. അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും പറയാനുണ്ടോ? കമോൺ പറയൂ. ജഡ്ജിന്റെ അടുത്ത്. അവിടെ തന്നെ ചോദിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നോക്കോ. ശരത് സർ. മനു, വളരെ നന്നായിരുന്നു മനു. ആ ചിരിച്ചപ്പോ തന്നെ എന്തൊരു സുഖം. ഇപ്പൊ നല്ല രസമുണ്ട്. വളരെ കൂളാവും നമ്മൾ. ഒന്നാമത് കുറച്ചും കൂടെ ടെൻഷൻ പിടിച്ച് ആ മസിൽ പിടുത്തം കുറച്ച് കുറയും. ചിരിച്ചാൽ നല്ലതുമാണ് മനു. ഫുൾ ടൈം ചിരിച്ചോട്ടോ മനു. അത് നന്നായിരുന്നു. കുറച്ച് അവിടെ ശ്രുതി പിന്നെ ഈ ചൂടി എന്നുള്ളത് കുറച്ചും കൂടെ സോഫ്റ്റ് ആവാം കേട്ടോ. അത് പാടുമ്പോൾ അത് പാടി പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ മേഘങ്ങൾ, മേഘങ്ങൾ, അത് ആദ്യം അതിൻ്റെ ഒറിജിനൽ പാടിക്കുക. പിന്നെ മേഘങ്ങൾ എന്നൊക്കെ മോൻ ഇഷ്ടമുള്ളത് അത് കുറേ ആവണ്ട കേട്ടോ. ഇംപ്രവൈസ് കുറേ അങ്ങ് ചെയ്യണ്ട. പിന്നെ അറിയാതെ അത് ഇത്രയും ശക്തിക്ക് പിടിക്കണോ? ഞാൻ അറിഞ്ഞില്ലെന്നുള്ളത് നമ്മളറിഞ്ഞാൽ പോരാ, നാട്ടുകാരറിയണോ? അത് വളരെ ശക്തിയായിട്ടൊരു കമ്പ് പോലെ ഇരുന്ന് അന്ന് പാടുക ലൈൻ മാത്രം. ഒരു സുഖ പാടാന്ന്. ഒരു സുഖശീതള ശാലീനതയിൽ ഒഴുകി ഞാനറിയാതെ. അപ്പൊ നിന്ന് അത് അവിടൊക്കെ അങ്ങ് ഇപ്പൊ വേറെ ഏതാണ്ടൊക്കെ ഐറ്റങ്ങൾ വരിക. എവിടാ അങ്ങ് ഒഴുകാണല്ലോ മനുവിന് സംഗീതം. നല്ലതാകട്ടെ. അവരുടെ ആവശ്യം ഉണ്ടോ എന്ന് മോൻ നോക്കുക. ഒരു പാട്ടിന്റെ സ്വഭാവത്തിന് ചേർന്ന് എനിക്ക് അറിയാതെയാണ് കേൾക്കണ്ടേ. ഒഴുകി ഒഴുകി ഞാനറിയാതെ. മതി മതി കേട്ടോ. അപ്പോൾ ഇത് ബെറ്റർ ആയിട്ടുണ്ട്, വലിയ പ്രോബ്ലം ഇല്ലാണ്ട്. പിന്നെ അറിയാതെ ഒരു ഇംപ്രവൈസേഷൻ നടത്തില്ല. അത് നന്നാവാം, പക്ഷെ അത് ആവശ്യമുണ്ടോ അവിടെ സെക്കൻഡ് ചരണത്തിൽ? ഒന്ന് പാടിക്കാം മോൻ. ഞാനറിയാതെ എന്നൊക്കെ പാടി അതിന്റെ ആവശ്യമുണ്ടോ? ആ എല്ലാരും ഒരു ഫുള്ള് അതല്ല. പറ്റിപ്പ് പരിപാടികൾ നടപ്പിലാക്കരുത്. അല്ല മോനെ, ഇപ്പൊ അവിടെ ഒരു സംഗതി പാടിയില്ല, അത് പാടിക്കേ. അത് വേണമെന്ന് ആലോചിക്കുക കേട്ടോ. അത് അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഒരു എക്സ്ട്രാ ആണത്. മോൻ പാടുന്ന തന്നെ മറ്റേതിലൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ. അപ്പോൾ അത് വേണ്ട. അത് ഇല്ലാണ്ടിരുന്നാൽ കുറേ കൂടെ സുഖമായിരിക്കും പാട്ട് കേൾക്കാൻ. പിന്നെ ചിരിച്ചതിൽ കുറേ നന്ദിയുണ്ട്. ഞങ്ങളുടെ ജഡ്ജിങ് പാനലിൻ്റെ മൊത്തം നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. രഞ്ജിനിയുടെയും. പിന്നെ സുഖമല്ലേ മോന്? ആണോ? സുഖം. ആ, സുഖമായിട്ടിരിക്കുക. അപ്പൊ അച്ഛൻ പറഞ്ഞത് നടപ്പിലാക്കിയല്ലേ? കൊള്ളാം. അച്ഛൻ അന്ന് പറഞ്ഞു എന്താ ചിരിക്കാത്ത? അതൊക്കെ ചിരിച്ചോളും. പക്ഷെ അത് കൃത്യമായി നന്നായി മോനെ കേട്ടോ. അതിന്റെ ഒരു ഗുണമുണ്ട് പാട്ടിൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. സുജാ ചേച്ചി. മനു എന്ത് രസമായിട്ടാ പാടിയ മനു. ഈ പാട്ട് ഞങ്ങൾ ഇത്രയും നാളും കേട്ട മനുവിൽ നിന്നും ടോട്ടലി അൺലൈക്ക് മനു സോങ് ആണ്. മനുവിന്റെ ക്യാരക്ടറിന്റെ വോയിസിന്റെ ക്യാരക്ടറിന്റെ ഒന്നും പറ്റിയ സോങ് ആയിരുന്നില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ മനു ആ ഇതിലേക്ക് മനുവിനെ ചേഞ്ച് ചെയ്ത് പാടി. മനുവിന്റെ വോയിസും ഒക്കെ ചേഞ്ച് ചെയ്ത് എന്ത് രസമായിട്ടാ പാടിയേ. എക്സ്പ്രഷൻസ് എല്ലാം ഉഗ്രനായിരുന്നു. ആൻഡ് കണ്ണിലൊരു ട്വിങ്കിൾ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് ദ സോങ്. ആ ചിരിക്കുമ്പോ ട്വിങ്കിൾ വരുന്നതാണ്. അതെ, ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. അപ്പോ അതാണ് കാര്യമായിട്ട് അച്ഛനുള്ളപ്പോ എങ്ങനെ ചോദിക്കുകയും ചെയ്യും. അപ്പൊ
ഇല്ല, എനിക്ക് തോന്നുന്നത് അത് മനു ചിരിക്കുമ്പോ മനുവിന്റെ കണ്ണും കൂടെ ചിരിക്കുന്ന മനുവിന്റെ. അല്ല, അത് ഇത്രയും ഒരു തുമ്പു കെട്ടി എന്ന് പറയുമ്പോ ഒരു ഡെഫിനറ്റ്ലി ഒരു കള്ളത്തരം വരുന്നുണ്ട്. അത് ഇവരിത് ഈ പിള്ളേർക്ക് അറിയാൻ കേട്ടോ എന്തോ ഒരു കഥ. വൈശാഖിനറിയാം എവിടെ ഒരു തുമ്പ് കെട്ടിയിട്ടുണ്ടെന്ന്. തുമ്പ് കെട്ടിയതല്ല, ഇവിടെ ഒരു തുമ്പ് കെട്ടിയിട്ടുണ്ട്. ഏതായാലും മനു അസാധ്യമായിട്ട് പാടി, വെരി ഗുഡ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാ, പാട്ടിന്റെ ക്യാരക്ടറിലേക്ക് ഇതുപോലെ കടന്ന് പാടുക മനു. സോ ഹാപ്പി. താങ്ക് യു സുജാ ചേച്ചി. ബാക്കി ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ ശ്രീനി സർ. മനുവിനെ പോലെയാണ് പാടിയത്. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് ദി ഒറിജിനൽ. അത് തന്നെയൊക്കെയാണ് പാടിയത്, ബട്ട് ഇറ്റ് വാസ് എ കംപ്ലീറ്റ്ലി ഫ്രഷ് വേർഷൻ. ഈ പാട്ട് അത് വളരെ എനർജറ്റിക് ആയിട്ടും യങ് ആയിട്ടും ഒരു വേർഷൻ, ഐഡന്റിറ്റി ഉള്ള ഒരു സിംഗറാണ് മനു. ആൻഡ് ഫാസ്റ്റ് സോങ്സ് നന്നായിട്ട് പാടുമെന്നറിയാം, ബട്ട് ഇങ്ങനത്തെ ഒരു പാട്ടെടുത്ത് ചിരിച്ചു പാടി ആ ഫീൽ കംപ്ലീറ്റ് ആയിട്ട് വന്നു. ഐ എം സോ സൂപ്പർ കോമൻസ് ആണ്. We're all so happy for you, so let's increase the happiness. Suja Chechi. 28 on 30. Sharat sir. 27.5 on 30. Thank you, Sharat sir. Srini sir. 28 on 30 again. നല്ല സ്കോർസ് ആണല്ലോ മനു. 90ൽ 83.5. ഇനി ഓവറോൾ സ്കോർ എത്രയാണെന്ന് അറിയാം. ഓൺ 10. സ്മൈൽ 8.5 on 10. 92 on 100. One of our top scores ആണ്. എന്ത് ഫീൽ ചെയ്യണു മനു? പറയൂ. ഞാൻ ഇവിടെ വന്നപ്പോ എന്നൊന്നും പറയില്ലേ, ഞാനൊരു 84 മാർക്ക് കിട്ടുന്ന മാത്രമേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല മോനെ. 83.5 മതിയോ? വെറുതെ ചോദിച്ചു മേടിച്ചല്ലേ ഇപ്പൊ? അത് അല്ല, മനസ്സിലുള്ളത് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലുള്ളത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അതിൽ നന്നായി പാടി. കാര്യം പാടിയതിനാണ് മാർക്സ് തന്നത്. ഞങ്ങളുടെ മനസ്സിലുള്ളതും കൂടെ എഴുതട്ടെ. ഇതാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ആ ഇംപ്രവൈസ് ചെയ്തങ്ങ് കുറച്ച് തമ്മ മാർക്ക് കേട്ടോ. കണ്ടോ മാർക്ക് കണ്ടോ? 95 ആയിരുന്നു. ഇപ്പോ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു മനു. ഇനി താഴരുത്. ഓക്കെ.